വെൽക്കം ടു മൈ ചാനൽ പാതിരി റൈഡ്സ്. പ്രിയമുള്ളവരെ, പാതിരി റൈഡ്സ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജോസഫ്, നാട് തുഷാരഗിരി. അവിടെ നിന്ന് തുടങ്ങിയ ജീവിത വഴി എന്നെ ഇന്ന് സ്വിറ്റ്സർലൻഡിൽ എത്തിച്ചിരിക്കുന്നു. ഇവിടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്നു. പാതിരി എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമെന്ന് കരുതുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതരെ വിളിച്ചിരുന്ന പേരാണ് പാതിരി. പാതിരി എന്ന വാക്ക് എൻ്റെ ജീവിതത്തിൻ്റെ വിളിയെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ജീവിത ശൈലിയെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ യാത്രകൾ എന്നും എനിക്ക് അനുഭവങ്ങളായിരുന്നു. അതിനാലാണ് ഈ ചാനലിന് പാതിരി റൈഡ്സ് എന്ന് പേരിട്ടത്. പൗരോഹിത്യ ജീവിതത്തിൻ്റെയും യാത്രകളുടെയും ഇടയിൽ ദൈവാനുഭവം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പ്രാർത്ഥനകൾ യാത്രകളാകുമ്പോൾ യാത്രകൾ തന്നെ പ്രാർത്ഥനയായി മാറുന്നു. മനോരമ്യം ഘനശ്യാമം വനപാളികളെങ്കിലും പാലിക്കാനുണ്ട് വാഗ്ദാനങ്ങൾ. കാതമേറെ കടക്കണം കൺപോളകൾ അടയും മുൻപേ, കാതമേറെ കടക്കണം കൺപോളകൾ അടയും മുൻപേ. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ വരികളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിത എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ യാത്രയ്ക്ക് കൂട്ടായിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മെറ്റിയോർ 650 ആണ്. നിങ്ങൾക്ക് ഒരു പുതിയ യാത്രാനുഭവം നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. റൈഡുകളുടെ മാത്രം വീഡിയോസ് അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രധാന ഭാഗം തന്നെയാണ്. എങ്കിലും അതിൽ ആൽപ്സ് പർവ്വതങ്ങളുടെ മനോഹാരിത, സ്വിറ്റ്സർലൻഡിൻ്റെ ലാളിത്യം, ഉൾഗ്രാമങ്ങളിലെ നിഷ്കളങ്ക ജീവിതം, മലകളിലെ നടവഴികളിലൂടെയുള്ള സൈക്കിൾ യാത്രകൾ, സ്വിസ് ഗ്രാമങ്ങൾ, അവയുടെ പ്രത്യേക പാരമ്പര്യങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെയും അനുഭവമാക്കുകയാണ് ലക്ഷ്യം. പാതിരി റൈഡ്സ്, റൈഡ് വിത്ത് ഫെയ്ത്ത്, ആൽപ്സ് ആൻഡ് ബിയോണ്ട്. ബൈക്ക് യാത്രയിലേക്ക് തിരിച്ചു വന്നാൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗമായുള്ള ആൽപ്സ് പർവ്വതനിരയിൽ ഏകദേശം 200 ചുരങ്ങൾ അല്ലെങ്കിൽ പാസുകളുണ്ട്. ഈ പാസുകൾ ചരിത്രം ഉറങ്ങുന്ന വീഥികളാണ്. സാധാരണ യാത്രാ വഴികളായി മാത്രം കാണേണ്ടവയല്ല അത്. അവ മനുഷ്യ ചരിത്രത്തിൻ്റെ സാക്ഷികളായും നിലനിൽക്കുന്നു. വ്യാപാര വഴിയായും സൈനിക നീക്കത്തിൻ്റെ രാജപാതയായും അതിരുകളെ നിർണ്ണയിക്കുന്ന മതിലുകളായും യാത്രാ വഴികളായും ഇവ ഗണിക്കപ്പെടുന്നു. ഒരു താഴ്വരയിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നതിന് മുകളിലോട്ട് കയറിയും അവിടെ നിന്ന് വീണ്ടും താഴോട്ടിറങ്ങിയും രൂപപ്പെട്ട വഴികൾ. അങ്ങനെ ഒരു താഴ്വരയിൽ നിന്ന് മറ്റൊരു താഴ്വരയിലേക്ക് എത്തുമ്പോൾ മാറുന്നത് പലതാണ്. ഭൂപ്രകൃതി, സംസ്കാരം, ഭാഷ. ഓരോ വളവിൻ്റെയും അപ്പുറം പുതിയ ഒരു ലോകം തുറക്കപ്പെടുന്നു. ഓരോ പാതയും ഐതിഹ്യങ്ങളും ചരിത്ര സത്യങ്ങളും വിളിച്ചോതും. അതിജീവനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും കഥകൾ. കാലം മാറി, കോലവും മാറി. കുതിരക്കുളമ്പടി കേട്ട പാതകൾ ഇന്ന് ചക്രങ്ങളുടെ ഇരമ്പലിന് കാതോർക്കുന്നു. നടവഴികൾക്ക് പകരം നടപ്പാതകളായി. 200ഓളമുള്ള ഈ പാസുകളിൽ 50 അടുത്തുള്ള ചുരങ്ങൾ റോഡുകളാണ്. നമുക്ക് അവയിലൂടെ കയറി ഇറങ്ങി മറ്റൊരു സ്ഥലത്തോട്ട് പോകാവുന്നതാണ്. ചില വഴികൾ അവിടെ തീരുന്നതാണ്. വണ്ടികൾ ഓടിക്കാവുന്നവയുണ്ട്, ഓടിക്കാൻ പറ്റാത്തവയുണ്ട്, നടന്നു കയറേണ്ട ഭാഗങ്ങളുണ്ട്. ആൽപ്പൻ പേസ് എന്നു പേരുള്ള ഒരു വെബ്സൈറ്റിൽ 26 പാസുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരു 1500 മീറ്റർ ഉയരത്തിൽ എത്തുന്ന പാസുകളാണ്. ഈ 26 പാസുകളിലും മിക്കവാറും വിൻ്റർ ആകുമ്പോൾ എല്ലാം അടയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ആ വിവരങ്ങൾ ഇപ്പോഴും ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ഈ 26 പാസുകളിൽ ഈ വർഷം 21 എനിക്ക് കയറുവാനായിട്ട് സാധിച്ചു, കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ഏകദേശം ഈ വർഷം 25 പാസുകളാണ് ഞാൻ കയറി. എണ്ണത്തിൽ 21 ഇറ്റലിയിൽ ഒരു 4 ചുരങ്ങളും. ഈ യാത്രകളെല്ലാം ഓരോരോ എപ്പിസോഡുകളായിട്ട് ഈ ചാനലിൽ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റലിയിലുള്ള 4 ചുരങ്ങളിൽ റൈഡേഴ്സിൻ്റെ സ്വപ്നപാതയായ സ്റ്റെൽവിയോ പാസ് ഉൾപ്പെടുന്നു. കാത്തിരിക്കുക വരുന്ന എപ്പിസോഡുകൾക്കായി. ഓരോ പാതയും ഓരോ കഥകൾ പറയുന്നു. ഈ യാത്രകൾ എന്നെ പഠിപ്പിച്ചത് ദൂരം പ്രധാനമല്ല, പക്ഷേ യാത്രയിലെ ഓരോ നിമിഷങ്ങളും
അതിലെ അനുഭവങ്ങളുമാണ് പ്രധാനം. സോ ബി വിത്ത് മീ ഇൻ ദിസ് ജേർണി. പാതിരി റൈഡ്സ്, റൈഡ് വിത്ത് ഫെയ്ത്ത്, ആൽപ്സ് ആൻഡ് ബിയോണ്ട്.